ഇപ്പോൾ ശ്രീ സന്ദീപ് വാര്യർ കൂടി ഉണ്ട്. ശ്രീ സന്ദീപ് വാര്യർ, താങ്കള് വളരെ കാലം ബി.ജെ.പിയിൽ ഉണ്ടായിരുന്ന ആളാണല്ലോ. അയ്യോ, ഓർമ്മിപ്പിക്കല്ലേ പൊന്നെ. പാലക്കാട് നഗരമേഖലയിലെ പല ബൂത്തുകളിലും ബി.ജെ.പി ലീഡ് ചെയ്യുമെന്ന് പ്രതീക്ഷയെടുത്ത് ബി.ജെ.പി ലീഡ് ചെയ്തില്ല. വന്നു കഴിഞ്ഞപ്പോൾ എനിക്ക് കിട്ടിയതോ വെറും ആ റോട്ട്. പിരായിരി തുടങ്ങിയ മേഖലകളിൽ അല്ലെങ്കിൽ മാത്തൂരിലും കണ്ണാടിയിലും ഒക്കെ ഉണ്ടായിട്ടുള്ള തിരിച്ചടി എക്സ്പെക്ടഡ് ആണെങ്കിൽ നഗരത്തിലെ പല ബൂത്തുകളിലും ഉണ്ടായിട്ടുള്ള തിരിച്ചടി അൺഎക്സ്പെക്ടഡ് ആണ്, ആരും പ്രതീക്ഷിക്കാത്തതാണ്. ഞാൻ പ്രതീക്ഷിച്ച തന്നെ നടന്നു. എനിക്ക് തോന്നുന്നില്ല കോൺഗ്രസ് തന്നെയും അത്ര വലിയ ഒരു മാറ്റം ചേഞ്ച് എക്സ്പെക്ട് ചെയ്തിട്ടുണ്ട് എന്ന്. ചില ആളുകൾ വാരിയർ ഇഫക്റ്റ് എന്നൊക്കെ പറയുന്നുണ്ട്. പക്ഷെ ബി.ജെ.പിയുടെ വോട്ട് കുറഞ്ഞ എന്തുകൊണ്ട് എന്നുള്ളത് സാമാന്യന യുക്തികൾ എല്ലാവർക്കും മനസ്സിലാകും. ഇതിന്റെ സ്ഥാനാർത്ഥി നിർണയം തന്നെ പാളി എന്നുള്ളത് ബി.ജെ.പിയുടെ ദേശീയ കൗൺസിൽ അംഗം ശ്രീ ശിവരാജൻ കുറച്ച് നിമിഷങ്ങൾക്ക് മുമ്പ് നിങ്ങളുടെ ചാനൽ കൂടി തന്നെ പറഞ്ഞിട്ടുള്ള കാര്യമാണ്. സ്ഥാനാർത്ഥി നിർണയം വാസ്തവത്തിൽ ബി.ജെ.പിക്ക് മേൽ ബി.ജെ.പിയുടെ കേന്ദ്ര നേതൃത്വവും സംസ്ഥാന നേതൃത്വവും ചേർന്ന് അടിച്ചേൽപ്പിക്കപ്പെട്ട ഒന്നായിരുന്നു എന്നുള്ളതും വസ്തുതയാണ്. പാൽ സൊസൈറ്റി മുതൽ പാർലമെന്റ് വരെ ഏത് തെരഞ്ഞെടുപ്പ് കിടന്നാലും കൃഷ്ണകുമാർ, ഇനി അതല്ലെങ്കിൽ കൃഷ്ണകുമാർ അവൈലബിൾ അല്ലെങ്കിൽ ഭാര്യ. ആകെ ഈ രണ്ട് സാധനങ്ങളുള്ളോ? പിന്നെ കൃഷ്ണകുമാർ അവൈലബിൾ അല്ലെങ്കിൽ ഭാര്യ. ഇവനല്ലേ ഇതൊന്നും കൊണ്ടത്? പാലക്കാട്ട് ഈ ബി.ജെ.പി എന്ന് പറയുന്നത് ഒരു കോക്കസിന്റെ കയ്യിലാണ്. ഒപ്പം സംസ്ഥാനത്തെ ബി.ജെ.പി സുരേന്ദ്രനും വി മുരളീധരനും കൃഷ്ണകുമാറും അടങ്ങുന്ന ഒരു കോക്കസിന്റെ കയ്യിലാണുള്ളത്. ആ കോക്കസ് കാര്യങ്ങൾ നിശ്ചയിക്കുന്നു. അവർക്ക് താല്പര്യമുള്ള ആളുകൾ സ്ഥാനാർത്ഥികളാവുന്നു, അവർക്ക് താല്പര്യമുള്ളതുപോലെ കാര്യങ്ങൾ നടക്കുന്നു. ഇതൊക്കെ ഒരു അഡ്ജസ്റ്റ്മെന്റ് അല്ലേ? അതുകൊണ്ട് തന്നെയാണ് ഇത്തവണ തെരഞ്ഞെടുപ്പിൽ നല്ല വൃത്തിയായിട്ട് ഇവിടുന്ന് തോൽപ്പിച്ചു വിട്ടിട്ടുള്ളത്. അതൊന്നും സാരമില്ല, ഇവന് ഇതൊക്കെ പറയുവാ. ഈ അഹങ്കാരവും ധാർഷ്ട്യവും ധിക്കാരവും എന്ത് പറയുമ്പോഴും വെല്ലുവിളിച്ചുകൊണ്ട് സംസാരിക്കുന്ന ധിക്കാരം, ധാർഷ്ട്യം, ഇവന്റെ ഡീലിംഗേ ശരിയല്ല. നീ അവന്റെ കോല വന്ന് നോക്ക്. മനുഷ്യരെ അങ്ങേയറ്റത്തെ അവജ്ഞയോട് കൂടി കാണുന്ന, വെറുപ്പോട് കൂടി കാണുന്ന പെരുമാറ്റം, ഇതൊക്കെ കാണുമ്പോൾ എങ്ങനെയാണ് ജനങ്ങൾ വോട്ട് ചെയ്യുക? വെറും പറയാ ഒരു ബോഡി ലാംഗ്വേജ് മുഴുവൻ പുച്ഛമാണ്. എതിരാളികളോട്, മറ്റുള്ളവരോട്, സഹപ്രവർത്തകരോട് പോലും പുച്ഛാണ്. മുഖം തന്നെ കണ്ടോ, അവന്റെ മുഖം എങ്ങനെയാ പുച്ഛാണ് അവൻ എല്ലാത്തിനോട്. അത് സംസ്ഥാന പ്രസിഡന്റ് മുതൽ ഇങ്ങോട്ട് ബാക്കിയുള്ള നേതാക്കന്മാർക്ക് മുഴുവൻ ഒരേ തരത്തിലുള്ള മുഖഭാവമാണല്ലോ, പുച്ഛത്തിൻ്റെതായിട്ടുള്ള ഭാവം. അതാണ് ഞങ്ങളുടെ കുടുംബത്തിന്റെ മഹിമ. എല്ലാ പൈപ്പറും നല്ല അടിപൊളിയാ. എന്തായാലും കേരളത്തിലെ ബി.ജെ.പിക്ക് ആ ജനാധിപത്യ സംസ്കാരം ഇല്ല എന്നുള്ളത് എനിക്ക് നേരത്തെ അറിയുന്ന കാര്യമാണ്. സാധാരണഗതിയിൽ ഒരു ജനാധിപത്യ രാഷ്ട്രീയ പാർട്ടിയിൽ പരാജയങ്ങൾ സംഭവിച്ചാലും വിജയം സംഭവിച്ചാലും അവിടെ വിലയിരുത്തലുകൾ ഉണ്ടാവും. ഇവിടെ എന്ത് വിലയിരുത്തലാണ് നടക്കുന്നത്? സ്റ്റഡി ക്ലാസ്സിലൊന്നും കൃത്യമായി വരാത്തതുകൊണ്ടാണ് നിനക്കൊന്നും മനസ്സിലാവാത്തത്. ഒരു സംസ്ഥാന കമ്മിറ്റിയോ സംസ്ഥാന ഭാരവാഹിയോ വിളിച്ചാൽ 9 മണിക്ക് കൂടേണ്ട യോഗം 11 മണിക്ക് തുടങ്ങും. ചായ കുടിക്കും, ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കും. ഈ പരിപ്പോടും ചായയും കഴിച്ചു കഴിയുമ്പോൾ എന്തെങ്കിലും ഒരു പോമഴി തോന്നും. 2 മണിക്കൂർ നേതാക്കന്മാരുടെ ഗിരിപ്രഭാഷണം ഉണ്ടാവും. ഉച്ചയ്ക്ക് 1 മണിക്ക് എല്ലാവരും ഭക്ഷണം കഴിക്കും. തിരിച്ചു വന്ന് എവിടുന്നോ കോപ്പി പേസ്റ്റ് ചെയ്തുകൊണ്ടുവന്ന 2 പ്രമേയം വായിക്കും. വൈകുന്നേരം വീണ്ടും ചായ കുടിക്കും, പിരിയും. അതിലപ്പുറം എന്ത് ചർച്ചയാ പാർട്ടിക്കകത്തുള്ളത്? അപ്പൊ മക്കളെ കൊണ്ട് നമ്പ്യാർക്ക് ഒരു ഗുണവുമില്ലെന്ന് അർത്ഥം. അവരെ കൊണ്ട് ഇപ്പോ വലിയ ആവശ്യമൊന്നുമില്ലല്ലോ. അത് ശരിയാ, അടുത്തൊന്നും ഒരു തെരഞ്ഞെടുപ്പൊന്നും വരാനില്ലല്ലോ. എല്ലാം ഏകപക്ഷീയമായ, ഏകശിലാ കേന്ദ്രീകൃതമായ ഉത്തരവുകൾ നടപ്പാക്കുകയും അത് അടിമകളെ പോലെ ഉത്തരവ് അനുസരിക്കുകയും ചെയ്യുന്ന കുറെ ആളുകൾ മാത്രമാണ് ഇപ്പൊ ആ പാർട്ടിയുടെ നേതൃത്വത്തിലിരിക്കുന്നത്. എടാ, വാങ്ങുമ്പോ തണ്ടും തടിയുള്ള അടിമ മേടിച്ചൂടെ? ഈ അസ്ഥി കൂടെ എന്ത് പണിയെടുക്കാനാ? ഈ തടി ഇവിടത്തെ ചോറാടാ. ഇവിടത്തെ കപ്പിത്തന്മാരാണെങ്കിൽ എനിക്ക് സൈക്കിളടാ. ഇന്നലെ വരെ വർഷങ്ങളായിട്ട് അദ്ദേഹത്തിന്റെ അമ്മ മരിച്ചു കിടക്കുമ്പോൾ ഞാൻ കാണാൻ പോയപ്പോൾ അദ്ദേഹത്തിന്റെ കൈയെടുത്ത് എൻ്റെ കയ്യിലെ വെച്ച് ഇവനെ നോക്കണമെന്ന് പറഞ്ഞിട്ട്, ആ സമയത്ത് ഇത് പരമത വിദ്വേഷം പ്രചരിപ്പിക്കുന്ന ഫാക്ടറിയാന്ന് അറിഞ്ഞില്ലേ? ഇപ്പൊന്നും പറയാനില്ലേ? ഉണ്ട്. ആരും പറഞ്ഞില്ല. ഞങ്ങളുടെ ആരുടെയും ഫേസ്ബുക്ക് പോസ്റ്റിലോ ഞങ്ങളുടെ ആരുടെയും സ്റ്റേറ്റ്മെന്റിലോ അങ്ങനെ ഒന്നും ഉണ്ടായിട്ടില്ലല്ലോ. കാശ്മീരിലെ ജനങ്ങളെ മുഴുവൻ കൂട്ടക്കുരുതി ചെയ്യണമെന്ന് കേരളത്തിലെ ഏതെങ്കിലും ബി.ജെ.പി നേതാവ് പറഞ്ഞോ? ഫേസ്ബുക്കിൽ നോട്ടിഫിക്കേഷൻ വന്നതാ. അറിയില്ല, അറിയാനായി ഞാനൊന്നും അറിയില്ല. പാണക്കാട് തങ്ങളെ ഇത്ര വഴിപടച്ച രീതിയിൽ വികൃതമായ ഭാഷയിൽ കേരളത്തിലെ ഏതെങ്കിലും ഒരു നേതാവ് സംസാരിച്ചിട്ടുണ്ടോ? അതെന്താ? ഞാൻ തറവാട്ടി പറഞ്ഞവനാ. നമ്മളിതിലില്ല, കണ്ടാ മതി. ഞങ്ങള് ചിന്തിക്കാത്ത തരത്തിൽ വർഗീയതയും വിധ്വംസക സമീപനവും സ്വീകരിച്ച ഒരു മനുഷ്യൻ ഒരു കസേര കിട്ടാതാവുമ്പോൾ അത് ഫാക്ടറിയാണ്, അത് പരമത വിദ്വേഷമാണെന്നൊക്കെ പറഞ്ഞു വരുന്നതോ ജനങ്ങൾ ചിന്തിച്ചോട്ടെ. പ്രതി ഓന്ത് ഗോപാലൻ ഇത് ഞാൻ പ്രതീക്ഷിച്ചതാ. ഞങ്ങൾക്ക് ആ ആർത്തി ഇല്ലാന്നേ, ഞങ്ങൾക്ക് MLA ആവണ്ടെന്നേ. ഞങ്ങൾ ജീവിക്കുന്നത് ഈ നാടിന് വേണ്ടിയിട്ടാ. ഇവനെ ഞാനൊരു പൂശിട്ടെ, അതുകൊണ്ട് ഒരു പ്രയോജനമില്ല ഏട്ടാ. ഒരു പശുക്കുട്ടിയെ റോട്ടിൽ വെട്ടി അതിന്റെ ചോര തെറിപ്പിച്ചിട്ട് ഇതിന്റെ മതേതരത്വം വിളംബരം ചെയ്യുന്ന ആളുടെ കൂടെ ഇപ്പൊ ഇരിക്കുന്നത്. ഭീകരനാണോ? ഭീകരൻ, കൊട്ടും ഭീകരൻ.
ഈ പശുക്കുട്ടിയെ വെട്ടി വീഴ്ത്തിയപ്പോ ഈ മനുഷ്യനിട്ട പോസ്റ്റ് എന്റെ കയ്യിലുണ്ട്. അതൊക്കെ ഞാൻ കള്ളാസിൽ എഴുതി പോക്കറ്റിൽ വെച്ചിട്ടുണ്ട്. മതേതരത്വം വിളമ്പിയ റജീൽ മാക്കൂട്ടി എന്ന് പറയുന്ന കോൺഗ്രസ് നേതാവിന് എതിരായിട്ട് ഈ മനുഷ്യൻ പറഞ്ഞ കാര്യമൊക്കെ ഞങ്ങൾക്കുണ്ട്. 8 മുട്ടയും തിന്നിട്ട് എന്നെ പൊട്ടനാക്കുന്നു. അവർക്ക് ഒന്നിച്ചു പോവാം, കാരണം പശുക്കുട്ടി പോയല്ലോ. പക്ഷെ ഞങ്ങൾക്ക് ഞങ്ങളുടെ ഹൃദയത്തിൽ നിന്ന് ആ പശുക്കുട്ടിയെ കളയാൻ പറ്റില്ല. തെരഞ്ഞെടുപ്പിൽ തോൽക്കുമ്പോ പാലക്കാട് തോറ്റു, നമ്മളെന്താ പറയുന്നത്? അത് പരിശോധിക്കും, അത് അന്വേഷിക്കും. സാറിന് സൂപ്പർ സ്റ്റാറുകൾ ഒതുക്കി കളഞ്ഞാണ്. ഇപ്പൊ റജീൽ മാക്കൂട്ടി നേരത്തെ പറഞ്ഞു കേട്ടു, BJPയുടെ കൗണ്ട് ഡൗൺ ആരംഭിച്ചു. അങ്ങനെയാണെങ്കിൽ നിങ്ങളുടെ ഇന്ത്യയിൽ നിങ്ങളുടെ കൗണ്ട് ഡൗൺ നേരത്തെ പോയില്ലേ? ഞാനാണെന്ന് ഒരിക്കൽ നീയൊക്കെ പറയും. എന്ത് കണ്ടിട്ടാണെന്ന് അറിഞ്ഞൂടാ. ഭൂമിയുള്ളത് ഒരു പന്നവേരാണ് ഈ കേരളത്തില്. ആ പന്നവേരിന്റെ ആ വേരുണ്ടല്ലോ, കേരളത്തിലെ കോൺഗ്രസിന്റെ വേര്, അത് ഞങ്ങൾ മുറിക്കും, ഒരു സംശയമില്ല. എന്നെ കൊണ്ട് അത് ചെയ്യിപ്പിക്കരുത്. ഈ ഓലപ്പാമ്പ് കണ്ടാലൊന്നും ഉല്ലാസ് കുമാർ പേടിക്കില്ല. BJPയുടെ നേതാവ് ഗോപാലകൃഷ്ണൻ പറഞ്ഞ ചില കാര്യങ്ങൾക്ക് മറുപടി പറഞ്ഞിട്ട് ഞാനങ്ങ് പൊയ്ക്കോളാം. ബാക്കി റിജില് ഏറ്റോളും, ഇതിൽ ചെയ്തോളൂ. എന്താ കേട്ടല്ലോ അദ്ദേഹത്തിന്റെ BJP നേതാക്കന്മാരുടെ മുഖമുദ്ര. ഇത്ര ചെറുപ്പത്തിൽ ഇത്ര വലിയ തമാശ പറയല്ലേ കൂമ്പോടിപ്പോ. സ്നേഹത്തിന്റെ ഭാഷയല്ല പറഞ്ഞ. ഞാൻ 10 മിനിറ്റ് ഞാൻ ഇവിടെ കോൺഗ്രസിന്റെ പ്രതിനിധിയുണ്ട്. ഞാൻ സ്നേഹത്തിന്റെ കടയിലല്ല. അത് ഇത്ര കഷ്ടമായി പോയിട്ടോ. ഓൻ എത്ര വിഷമം ഉണ്ടാവൂലേ? പിന്നെ താങ്കൾക്ക് മറുപടി നൽകാൻ റിജിൽ ധാരാളമാണ്. അദ്ദേഹം ഇരുന്ന് മറുപടി പറയും. ഞാനൊന്ന് പൂർത്തിയായിക്കോട്ടെ. ഇപ്പൊ അങ്ങ് പറഞ്ഞ ചില കാര്യങ്ങൾ മാത്രം പറഞ്ഞിട്ട് പോകാൻ വേണ്ടിയിട്ടാണ്. അങ്ങനെയാണല്ലേ? അതെനിക്ക് അറിയാൻ പാടില്ലായിരുന്നു. തടയരുത്. അദ്ദേഹം പറഞ്ഞ കാര്യം, ഞാൻ എന്തോ വർഗീയത വലിയ തോതിൽ പറയുന്നയാളാണ്, ഞാൻ വർഗീയമായ രീതിയിൽ ജനങ്ങൾക്കിടയിൽ ഭിന്നിപ്പുണ്ടാക്കാൻ ശ്രമിച്ചയാളാണ്, ഞാൻ വളരെ മോശക്കാരനാണ്, അങ്ങനെയൊക്കെയാണല്ലോ ഇപ്പോൾ അദ്ദേഹം പറഞ്ഞത്. നമ്മളെ പോലെ സംസ്കാരമുള്ള കുടുംബത്തിൽ പറഞ്ഞവരല്ല കാര്യം. കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ കാലത്ത് ഒല്ലൂരിലെ ഒരു ക്രിസ്ത്യൻ പള്ളിക്കകത്ത് കയറി ചെന്നിട്ട് തൃശ്ശൂരിൽ മുസ്ലിങ്ങളുടെ സ്ഥാപനങ്ങൾ, വ്യാപാര സ്ഥാപനങ്ങൾ കൂടുകയാണ്, നിങ്ങൾ ജാഗ്രത പാലിക്കണം, അതുകൊണ്ട് എനിക്ക് വോട്ട് ചെയ്യണം എന്ന് പറഞ്ഞ വ്യക്തിയാണ്. അത് ഞാൻ മാറില്ല. പറയൂ. അതിന് അങ്ങനെയാണല്ലോ. വേറൊന്നുമല്ല, വർഗീയത. ഞാൻ മാറില്ല. ഞാൻ ഇന്നും ഉറച്ചു നിൽക്കുന്ന ആളാണ്. അത് വർഗീയതയല്ല, ഫാക്ട് ആണ്. മനസ്സിലായോ? എടോ, ഞാൻ പറഞ്ഞ പോയിന്റ് മനസ്സിലായോ? ഞാൻ മാറ്റി പറഞ്ഞത് പറഞ്ഞില്ല എന്ന് നിങ്ങളെ പോലെ പറയില്ല. ഞാൻ ഉറച്ചു നിൽക്കുന്ന ആളാണ്. നടക്കണ കാര്യം പറയടാ. എന്നാ പിന്നെ താൻ തന്നെ ഉണ്ടാവും. വെറുതെ പ്ലഷർ കൂട്ടണ്ട. പരമത വിദ്വേഷം വെച്ച് പുലർത്തുന്ന ഒരു ഫാക്ടറിയിലാണ് ഞാൻ ഉണ്ടായിരുന്നത്. അവിടുന്ന് ഞാൻ ഇറങ്ങാൻ തീരുമാനിച്ചു. അതുകൊണ്ട് തന്നെ എന്റെ ഭൂതകാലത്ത് പറഞ്ഞ കാര്യങ്ങൾ തന്നെ പിന്നെയും പറഞ്ഞ് എന്തിനാ വായില് വെള്ളം പറ്റിയത് പീതാംബര? ഞാൻ പറഞ്ഞോട്ടെ, ഞാൻ പൂർത്തിയാക്കട്ടെ. ഞാൻ ഉദ്ദേശിച്ചത് പറഞ്ഞു വന്നപ്പോ മാറി അതിന്റെ. എടാ മാരി, നീ പോടേ. സുരേന്ദ്രൻ വന്ന സംസാരിച്ചല്ലേ പറഞ്ഞത് നിങ്ങള്? ദേഷ്യമില്ല. എന്ത് ദേഷ്യം? ഒരു ദേഷ്യമില്ല. ഇട ചൂടാവണല്ല, എന്റെ ടോൺ ഇങ്ങനെയാടാ. നിങ്ങളെ കാണുമ്പോ അതൊക്കെ തോന്നും. ചോദിച്ചാൽ ഉത്തരം പറയുന്നത് ഇതാണ് വിദ്വേഷം അമിപ്പിക്കുന്ന പ്രേക്ഷകരെ, ഇതാണ് വിദ്വേഷം അമിപ്പിക്കുന്ന. വെള്ളം കൊടുക്കൂ ഗോപാലകൃഷ്ണൻ. ടെൻഷൻ വന്നിരിക്കുകയാണ്. വെള്ളം കൊടുക്കണം. പുറകെ ഞങ്ങളുണ്ട്. അങ്ങോട്ട് മാറി എന്ന് കരയാ. എന്തോന്നടാ ഇതൊക്കെ? നിങ്ങളുടെ ചാണക കൂമ്പാരത്തിൽ അദ്ദേഹം രക്ഷപ്പെട്ട് വന്നിരിക്കുക. അതുകൊണ്ട് അദ്ദേഹം എടുത്ത നിലപാടിന് പാലക്കാട് ജനത അംഗീകാരം നൽകി. തന്നെ പോലത്തെ ഒട്ടക ഗോപാലകൃഷ്ണനാണോ ഞാൻ നിങ്ങളോട് സംസാരിക്കാൻ വന്നതല്ല. അതായത് അദ്ദേഹം ഓൺ സ്ക്രീൻ അഡ്മിറ്റ് ചെയ്തിരിക്കുകയാണ്, തൃശ്ശൂർ ടൗണിൽ ക്രിസ്ത്യാനികളെക്കാൾ കൂടുതൽ മുസ്ലിങ്ങളുടെ കടകൾ വരുന്നു, അതുകൊണ്ട് അത് തടയേണ്ടതാണ്, അതിന് എനിക്ക് വോട്ട് ചെയ്യണമെന്ന് അദ്ദേഹം അന്ന് പറഞ്ഞ കാര്യത്തെ അദ്ദേഹം ഓൺ ചെയ്യും. അത് തെരഞ്ഞെടുപ്പിന്റെ ഘട്ടത്തിൽ ഒരു സ്ഥാനാർത്ഥി പറയാൻ പാടില്ലാത്തത്ര വർഗീയതയാണ് അദ്ദേഹം പറഞ്ഞത്. എന്താണിത്? മനുഷ്യന് വഴി കൊണ്ട് നടക്കാൻ മേലുണ്ടായല്ലോ. അതിനെ ഓൺ ചെയ്യുന്നത് കൊണ്ട് തന്നെ
ഞാൻ എന്തായാലും ആ വിദ്വേഷം വമിപ്പിക്കുന്ന ഫാക്ടറിയിൽ ഗോപാലകൃഷ്ണനോടൊപ്പം പ്രവർത്തിക്കാൻ തയ്യാറല്ല എന്നുള്ള എന്റെ സ്റ്റാൻഡ് ഇപ്പൊ കേരളത്തിലെ ജനങ്ങൾക്ക് ബോധ്യപ്പെട്ടിട്ടുണ്ടാവും. അപ്പൊ എന്നെ പറ്റി എല്ലാം മനസ്സിലായല്ലോ. ഇത് ഒരുമാതിരി കോട്ടാളത്തിലെ ഇടപാടായി പോയല്ലേ. ഇത്ര നിങ്ങൾക്കാണ് ഈ നാളുണ്ടോ? ദിവസം തനിക്ക് അഭിലാഷേ, ഞാൻ ഇറങ്ങി അങ്ങനത്തെ സമയമില്ല. ഇനി എന്റെ റീജിൽ അതിന് മറുപടി കൊടുക്കും. റീജിൽ കൊടുക്കും, മറുപടി കൊടുക്കും. തനിക്ക് നാണമില്ലേണോ? ഇല്ല. ആ അത് തന്നെ. ഇങ്ങനത്തെ എന്തൊക്കെയോ ഹോബികളാണ്. കടുത്ത അത്തരം നമ്മളൊരു ചർച്ചയിലാണ് ശ്രീ ഗോപാലകൃഷ്ണൻ, നമ്മളൊരു ചർച്ചയിലാണ്, അങ്ങോട്ട് പറഞ്ഞു പോരുത്. നീ സമനില തെറ്റി നിന്റെ അനിയനെ പോലെ ആവരുത്. എനിക്ക് സമനില തെറ്റും. യൂറോ കിട്ടിയില്ലെങ്കിൽ വരട്ടെ വരട്ടെ.